അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ സഹോദരനുമായി സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകാവുന്ന ഇടങ്ങളിൽ എല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങി. വൈകുന്നേരമായപ്പോൾ ഫ്രാൻസിസിനോട് കൂടെ വന്ന സഹോദരൻ ചോദിക്കുകയാണ്, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു, കാണുന്നവരെ എല്ലാം പുഞ്ചിരിച്ച് കാണിച്ചു, എന്നാൽ നമ്മൾ ഒരു വാക്കുപോലും ആരോടും സംസാരിച്ചിട്ടില്ല, സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. എന്തേ ഇങ്ങനെ? ഫ്രാൻസിസ് ഈ സഹോദരന് മറുപടി നൽകുകയാണ്. ശരിക്കും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നത് തന്നെയാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം. ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നതിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് നീങ്ങിയത് തന്നെയാണ് വലിയ സുവിശേഷ പ്രഘോഷണം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും നാം ഇപ്രകാരം ഒരു വചനഭാഗം കാണുകയാണ്. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. ഇവർ ഒന്നും പൂർണ്ണരല്ല, എല്ലാവരും ബലഹീനതയുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. ക്രിസ്തു ഇവരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങൾ സൗഖ്യപ്പെടുത്താനും ഒക്കെ കൃപകൾ നൽകിയിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഒന്നും കൂടെ കരുതരുത്, ഒന്നും എടുക്കരുത്. എന്താണ് ക്രിസ്തു ഇങ്ങനെ പറയാനായിട്ട് ഒരു കാരണം? എന്താണ് ക്രിസ്തു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ മകനും മകളും ആശ്രയിക്കേണ്ടത് സ്വന്തം കരങ്ങളെ അല്ല, ദൈവത്തെ മാത്രമാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കാനാണ് ക്രിസ്തു ഇപ്രകാരം പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ സുവിശേഷ പ്രഘോഷണത്തിനായി ദൈവം നിയോഗിക്കുമ്പോൾ നാം പറഞ്ഞെന്ന് വരാം, ദൈവമേ, എനിക്ക് ശക്തിയില്ല, എനിക്ക് കൃപകളില്ല, എനിക്ക് കുറവുകളുണ്ട്. പക്ഷേ ഒന്നാലോചിക്കുക, ദൈവം തിരഞ്ഞെടുത്തത് എല്ലാം ബലഹീനരെയാണ്. പക്ഷേ അവൻ ഒരു കാര്യം കൂടി ഈ ബലഹീനതയ്ക്കൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്: അവൻ്റെ കൃപകൾ. ദൈവം ബലഹീനരെ വിളിച്ചു, അവരെ ശക്തിപ്പെടുത്തി ഈ ലോകത്തിലേക്ക് അയച്ചു. ഇനിയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നാം കടക്കുക: അവഗണന അല്ലെങ്കിൽ റിജക്ഷൻ. ഈശോ തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഗ്രാമത്തിൽ നിങ്ങൾ പ്രവേശിച്ച് അവിടുന്ന് കടന്നു പോകുമ്പോൾ അവർ നിങ്ങളെ അവഗണിച്ചെങ്കിൽ, അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ പാദത്തിനടിയിലെ പൊടികൾ തട്ടിക്കളയുക. എന്താണ് ക്രിസ്തു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതൊരു അഹങ്കാരം കാണിക്കലല്ല, ഇത് തൻ്റെ പ്രൗഢി കാണിക്കുന്നതല്ല, അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കാനല്ല ക്രിസ്തു ഇവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നിങ്ങളെ കേൾക്കുന്ന, നിങ്ങൾക്ക് സ്തുതി പാടുന്ന, നിങ്ങളെ അനുഗമിക്കുന്ന ധാരാളം വ്യക്തികളുണ്ടാവും. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളെ അവഗണിക്കുന്ന, നിങ്ങളെ തള്ളിപ്പറയുന്ന, നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികളെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തു അർത്ഥമാക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: അങ്ങനെയുള്ള അവഗണനകളെ, അങ്ങനെയുള്ള തള്ളിപ്പറയലുകളെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് നിങ്ങളെ വേട്ടയാടാതിരിക്കുക. മറിച്ച് ആ പ്രദേശത്ത് നിന്ന് പോരുമ്പോൾ അത് അവിടെ തന്നെ ഉപേക്ഷിക്കുക. ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർത്തീകരിക്കപ്പെടുന്നത് വലിയ ഒരു വിജയത്തിലൂടെ എന്ന് അർത്ഥമില്ല. ഒരു വലിയ വിജയത്തെക്കാൾ ഉപരി ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ സഹനങ്ങളിലും നിങ്ങളുടെ ദുഃഖങ്ങളിലും നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമാണ് ക്രിസ്തു നമ്മോട് ചോദിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, ഭയം കൂടാതെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകമെങ്ങും പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം തുണയ്ക്കട്ടെ. ആമേൻ.